ഇനി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ലാസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ക്വാർട്ടൈൽസ്, പെർസൈൽസ് ആൻഡ് ഡിസൈൽസ്. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ, പെർസെന്റൈൽ ഡീവിയേഷൻ, ഡിസൈൽ ഡീവിയേഷൻ, അങ്ങനെയുള്ള കുറച്ച് ലാസ്റ്റത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഇത്. ഇവിടെ നമ്മൾ എന്താണ് മീഡിയൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്നുള്ളതൊക്കെ പഠിച്ചു. മീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് എന്നതിന്റെ അതിന്റെ ആവറേജ് വാല്യൂനെ ആയിരുന്നു എന്ത് പറഞ്ഞിരുന്നത്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇവിടെ ക്വാർട്ടൈൽസ് എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. 4 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഓരോ പോർഷനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ട് അതിനെ 4 ഈക്വൽ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഓരോ പോർഷനെയാണ് എന്ത് പറയുന്നത്? ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ആദ്യത്തെ പോർഷനെ Q1, Q2, Q3, Q4 അങ്ങനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ പോർഷനെ എന്ത് പറയും? ക്വാർട്ടൈൽസ് എന്ന് പറയും. ഇനി തന്നിരിക്കുന്ന ഡാറ്റയെ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഓരോ പോർഷനെ എന്ത് പറയും? പെർസൈൽസ് എന്ന് പറയും. ഇനി 100 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് പറയും? പെർസൈൽസ് എന്ന് പറയും. 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതിനെ ഡിസൈൽസ് എന്ന് പറയും. ഇങ്ങനെയാണ് ആ ക്വാർട്ടൈൽ, പെർസൈൽ, ഡിസൈൽ എന്ന് പറഞ്ഞാൽ എന്ത്? എത്ര ഭാഗമാക്കിയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന് ഓരോ ഭാഗത്തിനെയാണ് ഇങ്ങനെ പറയുന്നത്. 4 ആക്കിയിട്ടാണെങ്കിൽ ഓരോ ഭാഗത്തിനെ ക്വാർട്ടൈൽസ് എന്ന് പറയും. 10 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിസൈൽസ് എന്ന് പറയും. 100 പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഓരോ ഭാഗത്തിനെ എന്ത് പറയും? പെർസൈൽസ് എന്ന് പറയും. ഇതിൽ ആദ്യം നമുക്ക് ക്വാർട്ടൈൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ക്വാർട്ടൈൽസ് എന്ന് പറയുമ്പോൾ അതില് പറയാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്നാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ. അതായത് Q3 മൈനസ് Q3 അല്ല, ക്വാർട്ടൈൽ ഡീവിയേഷൻ QD ഈക്വൽ ടു Q3 മൈനസ് Q1/2. ഇങ്ങനെയാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ is defined as the difference between the third quartile and first quartile divided by 2. Quartile deviation is defined by Q3 minus Q1/2. ഇനി ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സാധാരണഗതിയിൽ നമ്പേഴ്സ് കോമിട്ട തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. അല്ലാതെ ഫ്രീക്വൻസിയും സൈസും തന്നിട്ട്, അല്ലാതെ നമ്മൾ മീഡിയൽ മോഡൊക്കെ കണ്ട പോലെ ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 കേസസ് ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ കേസിലും ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ് ഇങ്ങനെ കോമിട്ട് തരിക. നമ്പേഴ്സ് കോമിട്ട് തന്ന കേസിൽ ഫോർ എക്സാമ്പിൾ 23, 25, 8, 10, 9, 29, 45, 85, 10, 16, 24. ഇങ്ങനെ 11 നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ പറഞ്ഞാല് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇൻഡിവിജ്വൽ സീരീസ് ആണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്നതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഒരു ഓർഡറിൽ എഴുതാം. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഈ വാല്യൂസ് എന്ത് വരും? 8, 9, 10 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ 10, 10, then 16, 23, 24, 25, 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ 45, then ലാസ്റ്റ് വാല്യൂ 85. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് ആരൊക്കെ അറിയണം? Q3 അറിയണം, Q1 അറിയണം. ഇതിൽ നിന്ന് എങ്ങനെ Q3 Q1 കണ്ടെത്താൻ നോക്കാം. Q1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് Q1 is equal to size of n plus 1/4th item. Q1 is equal to size of n plus 1 divided by 4th
ഐറ്റം. അതായത് n ഇവിടെ എത്രയാണ്, എത്ര നമ്പേഴ്സ് ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽ സീരീസിന്റെ കേസ് ആട്ടാ പറയുന്നത്. ഇവിടത്തെ n എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്. ഇവിടെ എത്രയാണ് നമ്പേഴ്സ് ഉള്ളത്, 11 നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ 11 + 1 12, 12/4 3. ഇവിടുത്തെ Q1 എന്നുള്ളത് തേർഡ് ഐറ്റം ഏതാണോ, ഈ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കണേലെ തേർഡ് ഐറ്റം ഏതാണോ അതാണ് എന്ത്, Q1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടത്തെ തേർഡ് ഐറ്റം ഏതാണ്, ഇവിടെ ഏതാ, ഇവിടെ എന്ത് വരും Q1 എന്നുള്ളത്, സൈസ് ഓഫ് n+1, അതായത് 11 + 1/4th item. That is size of 11 + 1 12, 12/4 third item. സൈസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത് ഏത് ഐറ്റം ആണോ ഉള്ളത് അതിനെയാണ് സൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ Q1 = എന്ത് വരും ഇവിടെ 10. ഇനി Q3 കാണണം. Q3 വരുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് സൈസ് ഓഫ് n+1/4 into third item. ഒരു 3 കൊണ്ടും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. Q3 അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പൊ +1/4 into 3. n+1/4 എന്താന്ന് കണ്ടെത്തിയിട്ടുണ്ട്, 3 ആണെന്നറിയാം അല്ലെ. 11 + 1 12, 12/4 3. 3 into 3 എന്ന് പറയുന്നത് എന്താണ്, 9. അപ്പൊ ഈ അറേഞ്ച് ചെയ്തിരിക്കണേല് 9th ഐറ്റം ഏതാ വരിക, Q3. 1 2 3 4 5 6 7 8 9. 9 ഏതാണ് വരുന്നത്, 29. അപ്പൊ Q3 എന്ത് വരും, 29 വരും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു Q3 - Q1/2. Q3 എന്ന് പറയുന്നത് 29 - 10/2. ദാറ്റ് ഈസ് 19/2, 9.5. ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. അപ്പോ ഇൻഡിവിജ്വൽ സീരീസ് ഇങ്ങനെ എഴുതണ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും, വെറുതെ നമ്പേഴ്സ് മാത്രമേ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, Q3യും Q1ഉം Q3യും കാണണം. Q1 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈസ് ഓഫ് n+1/4th ഐറ്റം. n എന്നുള്ളത് ഇവിടെ എത്ര എലമെന്റ്സ് പ്രസന്റ് ആണെന്നുള്ളത്. അപ്പൊ ഈ കിട്ടുന്നതിലെ വാല്യൂ, ഇപ്പൊ ഇവിടെ 3 ആണ് കിട്ടുന്നത്. സോ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റയിലെ തേർഡ് വാല്യൂ ഏതാന്ന് നോക്കുക, അതാണ് Q1 എന്ന് പറയുന്നത്. Q3 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സൈസ് ഓഫ് n+1/4 into third item. ഈ ചെയ്ത് കിട്ടുന്ന ഇവിടുത്തെ വാല്യൂല് ആ പ്ലേസിൽ എടുക്കുന്ന വാല്യൂ, ഇവിടെ 9 ആണ് കിട്ടുന്നത്. അപ്പൊ 9th വാല്യൂ ഏതാന്ന് നോക്കുക, അതായിരിക്കും എന്ത്, Q3 എന്ന് പറയുന്നത്. ദാൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 - Q1/2. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുന്നത്. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് അല്ല തന്നിട്ടുണ്ടാവുക, ഒരു പെർട്ടിക്കുലർ വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും, പെർട്ടിക്കുലർ വാല്യൂസും അതിന്റെ ഫ്രീക്വൻസീസും ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ക്ലാസസ് അല്ല തന്നിട്ടുണ്ടാവുക. അതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ്, പക്ഷെ ഇവിടുത്തെ n ആരായി മാറുന്നുണ്ട്, ക്യാപിറ്റൽ N ആയി മാറും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ഫ്രീക്വൻസി ആണ് എടുക്കുന്നത്. അപ്പൊ ഈ n എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. n+1/4th ഐറ്റം. Q3 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4 into തേർഡ് ഐറ്റം. ഇവിടെ n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ Q3 - Q1/2. അതിന് മാറ്റമൊന്നുമില്ല. ഈ Q3 Q1 കണ്ടെത്തുന്ന ഫോർമുലാസിന് മാത്രമാണ് എന്ത് വരുന്നത്, ചേഞ്ചസ് വരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട്, സൈസ്, ഫ്രീക്വൻസി. ഫൈവിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 3, 8, 8ന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 10, then 10, 15, 12, 20, then 90, 19ന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 8, 20, 20യുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 7, and 32, 6. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി n എന്ത് വരും, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 69 കിട്ടും. നമുക്ക് ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 69 കിട്ടും. ഇനി ഇവിടെ പ്രോബ്ലം ചെയ്യണം
ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടി കണ്ടെത്തണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫ്രീക്വൻസികൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ 3, അടുത്തത് 3 + 10 13, 13 + 15 28, 28 + 20 48, 48 + 8 56, 56 + 7 63, 63 + 6 69. ഇത് എന്തിനാ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്താ കണ്ടെത്തേണ്ടത്? Q1 ഉം Q3 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അത്യാവശ്യം. ഇനി അടുത്ത നമുക്ക് നോക്കാം. Q1 കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഈസ് എ സൈസ് ഓഫ് n+1 4th item. അപ്പൊ Q1 n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 69. 69 + 1 70. 70/4 എന്ത് കിട്ടും? 70/4 എന്ന് പറയുന്നത് 17.5 ആണ് നമുക്ക് കിട്ടുക. 70/4 എന്ന് പറയുന്നത് 17.5. ഇവിടെ ഒരു ഹോൾ നമ്പർ അല്ല കിട്ടുന്നത്, അല്ലെ? ഡെസിമൽ ആണ്. ഇൻഡിവിജ്വൽ സീരീസ് ആയപ്പോൾ നമ്മൾ എന്താ കണ്ടെത്തിയിരിക്കുന്നത്? അവിടെ 3 കിട്ടി. അപ്പൊ തേർഡ് പ്ലേസിൽ ഏതാ വാല്യൂ വന്നാൽ അതിനെ Q1 ആയിട്ട് എടുത്തു. ഇവിടെ അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. എന്താ കിട്ടിയിരിക്കുന്നത്? 17.5 എന്നാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 17.5 എന്നുള്ള വാല്യൂ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയായിരിക്കും ഉണ്ടാവാന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. 17.5 എന്നുള്ള ആ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് സൈസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതിന്റെ കറസ്പോണ്ടിങ് സൈസ് ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ഈ 17.5 എന്നുള്ള വാല്യൂ ഇതിൽ എവിടെയാ ഉണ്ടായിരിക്കുക? ഇവിടെ 13 വരെ ഉള്ളൂ. 13 തൊട്ട് ഇവിടെ എവിടെയാണ്? 28 വരെ ഈ ഒരു സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, Q1 എന്ന് പറയുന്നത് സൈസ് ഓഫ് n+1/4th ഐറ്റം ആണ്. n+1/4 എന്ന് പറയുമ്പോൾ 70/4 17.5 കിട്ടും. ഈ 17.5 സൈസ് വരുന്ന അല്ലെങ്കിൽ ആ സൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? ഹോൾ നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ 17.5 ഇതിൽ എവിടെയാ വരുന്നത്? ഇവിടെ വരെ എത്തുമ്പോൾ 13 കഴിഞ്ഞു. 13 തൊട്ട് അങ്ങോട്ട് കൂടുതൽ 28 വരെ ഏത് സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക? 8ലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ 17.5 ബിലോങ് ചെയ്യുന്നത് ഇവിടെയല്ലേ? ഈ n/4 എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കുക ഇവിടെയല്ലേ? ഈ വാല്യൂ ഇവിടെയല്ലേ ഉണ്ടായിരിക്കുന്നത്? ഈ സൈസിലല്ലേ ഉണ്ടായിരിക്കുക? ശ്രദ്ധിക്കുക, 17.5 എന്നുള്ളത് ഒരു ഇന്റിജർ വാല്യൂ ആണ്, നമുക്ക് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ 17.5ന്റെ കറസ്പോണ്ടിങ് സൈസ് കണ്ടെത്താനായിട്ടാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ വരെ എത്തുമ്പോൾ അതെന്തായി? 13 ആയി. 13 തൊട്ടുള്ള വാല്യൂ തൊട്ട് 28 വരെ ഏത് സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക? 10ലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ 17.5ന്റെ കറസ്പോണ്ടിങ് സൈസ് എന്ന് പറയുന്നത് 10. അപ്പൊ Q1ന്റെ സൈസ് Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ഇനി അടുത്തത് ഇതുപോലെ Q3 എന്ന് പറയുമ്പോൾ എന്ത് വരും? n+1/4 into 3. n+1/4 എന്ന് പറയുന്നത് എന്താണ് വരിക? 70/4 into 3, അതായത് 17.5 into 3 എന്ന് പറയുന്നത് 52.70/4 into 3 എന്നുള്ളത് 52.5 ആയിരിക്കും കിട്ടുക. ഈ 52.5 ഐറ്റത്തിന്റെ സൈസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 52.5 എന്നുള്ള ഐറ്റം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇവിടെ വരെ 48 ആണ്. ഇവിടം തൊട്ട് അങ്ങോട്ട് 48 കഴിഞ്ഞിട്ടുള്ള വാല്യൂ തൊട്ട് 56 വരെ ഏതിലാണുള്ളത്? ഈ 90 എന്ന് പറയുന്ന സൈസിലാണ് ഉള്ളത്. അപ്പോ ഈ 52.5 ഐറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 ആയിരിക്കും. അപ്പൊ Q3 എന്ന് പറയുന്നത് 19. ക്വാർട്ടർ ഡീവിയേഷൻ എന്ത് വരും? Q3 minus Q1/2. That is 19 minus 10/2. 19 minus 10/2 എന്ത് വരും ഇവിടെ? 9/2. That is 4.5 വരും. അപ്പൊ ഇവിടുത്തെ ക്ലിയർ ആയില്ല? ഇവിടെ ഇത് മാത്രം ശ്രദ്ധിക്കേണ്ടത്. സൈസും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനടി അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തി വെക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇന്റീജേഴ്സ് ഒക്കെ ആയിരിക്കും വരിക. കറക്റ്റ് ഒരു വാല്യൂസ് ഒന്നും കിട്ടില്ല. അപ്പൊ അത് ഏതിലായിരിക്കും, എവിടം തൊട്ട് എവിടം വരെ ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്നെ കണ്ടില്ലേ? ഇവിടെ എന്ത് വന്നു? 17.5 ഐറ്റത്തിന്റെ സൈസ് ആണ് കാണേണ്ടത്. 17.5 ഐറ്റം എന്ന് പറയുമ്പോൾ അത് ഏതിലാ വരുന്നത്? 13 വരെ ഇവിടെ ഉള്ളൂ. ബാക്കി ഉള്ളത് 28 വരെ എവിടെയാണുള്ളത്? ഈ 10 എന്ന് പറയുന്നതിലാണ് ഉണ്ടാവും. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് Q1 എന്ന് പറയുന്നത് 10. അടുത്തത് ഇവിടെ എന്ത് വന്നു? 52.5 ഐറ്റത്തിന്റെ സൈസ് ആണ് കാണേണ്ടത്. ഇവിടെ 48 വരെ വരുന്നുള്ളൂ. 48 കഴിഞ്ഞിട്ട്
56 വരെ ഏത് സൈസ് ഉണ്ടായിരിക്കുക? 19 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ 52.5 ഐറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 19. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ത് വരും? Q3 minus Q1 by 2, that is 19 minus 10 by 2. ഇതാണ് ഇവിടുത്തെ ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. ഇനി ഇതിപ്പോ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇനി ക്ലാസസ് ആണ് തരണേന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർമുലയ്ക്ക് വീണ്ടും മാറ്റം വരും. അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ക്ലാസസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ Q1 എന്ന് പറയുന്നത് Q1 ഈക്വൽ ടു L1 പ്ലസ് N/4 മൈനസ് CF by F into C, and Q3 equal to L1 plus 3N/4 minus CF by F into C. ഇതാണ് Q1 ഉം Q3 കാണാനുള്ള ഫോർമുലാസ്. ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 minus Q1 by 2. ഇവിടെ L1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്വാർട്ടൈൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. പിന്നെ F എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ക്ലാസിന്റെ ഫ്രീക്വൻസി. CF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ്. C എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത്. പ്രോബ്ലത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം സൈസ് F, സൈസ് എന്ന് പറയുന്നത് 0 to 10, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15, then 10 to 20, corresponding frequency 30, 20 to 30, 53, 30 to 40, 75, 40 to 50, 100, 50 to 60, 110, 60 to 70, 115, and 70 to 80, 125. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 623. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് ചെയ്ത് നമുക്ക് Q1 ഉം Q3 ഉം കണ്ടെത്തണം. അപ്പൊ എന്ത് വേണം ഇതിന്റെ? ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ ഷുവർ ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 15, 45, 98, 173, 273, 383, 498, and 623. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി വെച്ചു. ഇനി Q1 ഉം Q3 ഉം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ഞാനൊരു ക്വാർട്ടൈൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. ഏത് ക്ലാസ്സിലാണ് N/4 ഐറ്റം ഉള്ളതെന്ന് കണ്ടെത്തണം ആദ്യം തന്നെ. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്നെ എത്ര കിട്ടിയിരിക്കുന്നത്? 623. 623/4. 623/4 എന്നുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ക്ലാസ് അറിയണമല്ലോ. ഒരു ക്ലാസ് അറിഞ്ഞാലല്ലേ ഈ വാല്യൂസ് ഒക്കെ കിട്ടുള്ളൂ. ക്വാർട്ടൈൽ ക്ലാസ്സസ് അറിയണം. അതിനു വേണ്ടി ആദ്യം ചെയ്യണം. ഇവിടെ N/4 ആണ്. ഈ N/4 എന്നുള്ള വാല്യൂ എവിടെയാ വരുന്നത് നോക്കാം. അപ്പൊ 623/4 ചെയ്ത് നോക്കാം. N എന്ന് പറയുന്നത് 623 ആണ്. 623/4 ചെയ്യുമ്പോൾ നമുക്ക് 155.75 എന്ന് കിട്ടും. ഈ 155.75 ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക? ഇവിടെ വരെ എന്താണ്? 98 ആണ്. 98 തൊട്ട് അങ്ങോട്ട് മുകളിലേക്കുള്ളത് എവിടെ വരെ? 173 വരെ ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക? ഈ 30 to 40 എന്നുള്ള ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അതായിരിക്കും ഇവിടത്തെ എന്ത് വരുന്നത്? ഈ Q1 കാണാനുള്ള ക്വാർട്ടൈൽ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടുത്തെ ക്വാർട്ടൈൽ ക്ലാസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? N/4ന്റെ വാല്യൂ കണ്ടെത്തുക. N എന്ന് പറയുന്നത് 623. 623/4 ചെയ്യുമ്പോൾ 155.75 കിട്ടും. ഈ 155.75 ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടാവണേന്ന് നോക്കാം. ഇവിടെ വരെ 98 ആണ്. 98 തൊട്ട് അങ്ങോട്ട് 173 വരെ ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക? 30 to 40 ഉണ്ടായിരിക്കുക. അപ്പൊ സോ Q1 കാണാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് 30 to 70 ആണ്. ഇനി ഇത് വെച്ചിട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോ Q1 എന്ത് വരും? Q1 ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ക്വാർട്ടൈൽ ക്ലാസ്. 30 to 40 ആണ് ക്വാർട്ടൈൽ ക്ലാസ്. ഇതിന്റെ ലോവർ ലിമിറ്റ് എന്താ വരുന്നത്?
ക്വാർട്ടൈൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 13 പ്ലസ് n/4 എന്ത് കിട്ടിയിട്ടുണ്ട് 155.75 കിട്ടിയിട്ടുണ്ട് മൈനസ് CF എന്നുള്ളത് അതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ് ആണ് ഇവിടെ. അതിന്റെ മുകളിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ വരുന്നത് 98 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അതായത് ഇവിടുത്തെ ക്വാർട്ടൈൽ ക്ലാസ് ഏതാണ് 3240 യുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 75 ഇൻറ്റു സി എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത് ഇവിടെ എത്രയാണ് 10. സോ അവിടെ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ കഴിയുമ്പോൾ Q1ന്റെ വാല്യൂ 37.7 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ആദ്യം തന്നെ ഇത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. n/4 ചെയ്യാം. n/4 ചെയ്ത് കിട്ടുന്ന വാല്യൂ ഏത് ക്ലാസ്സിലാണ് ഉണ്ടാവണേ നോക്കുക. അതിനാണ് നമ്മളിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത്. ഇവിടെ വരെ 98 ആണ്. 98 തൊട്ട് അങ്ങോട്ട് 173 വരെ ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക 3240 എന്ന് പറയുന്ന ഈ ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അത് നോക്കിയിട്ട് നേരിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. ആണ് Q1 എന്ന് പറയുന്നത്. CF എന്ന് പറയുന്നത് ഈ ക്വാർട്ടൈൽ ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി Q3 കാണണം. Q3 കാണണമെങ്കിൽ അവിടെ ഏതിന്റെ ആയിരിക്കും എടുക്കേണ്ടത്? ഇവിടെ എന്താ ഉള്ളത് 3n/4. 3n/4 എന്നുള്ള വാല്യൂ എന്തായിരിക്കും വരുന്നത് 3n/4 എന്ന് പറഞ്ഞാൽ എന്താണ് n/4 എന്ന് പറയുന്നത് 155.75 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 467.5 എന്നായിരിക്കും കിട്ടുക. 3n/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 467.5 ആയിരിക്കും. ഈ 467.5 ഏത് ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക? ഇവിടെ വരെ 383 ആണ്. 383 തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ തൊട്ട് 498 വരെ ഏത് ക്ലാസ്സിലാണുള്ളത്? ഈ 60 to 70 എന്നുള്ള ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. 3n/4 എന്ന് പറയുന്നത് 467.5 ആണ്. അത് ഏത് ക്ലാസ്സിലാണ് ഉണ്ടായിരിക്കുക? ഈ 60 to 70 എന്നുള്ള ക്ലാസ്സിൽ. അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്ത് എടുക്കേണ്ടത് ക്വാർട്ടൈൽ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നേരിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. L1 എന്ന് പറയുന്നത് ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഏതാ 60. സോ 60 പ്ലസ് 3n/4 ചെയ്യുമ്പോൾ നമുക്ക് 467.5 എന്ന് കിട്ടിയിട്ടുണ്ട് മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ്. ഇതിന്റെ തൊട്ട് മുകളിലത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് എത്രയാണ് 383 ബൈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. F എന്ന് പറയുന്നത് ഈ ക്വാർട്ടൈൽ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. അതായത് ഇവിടെ 115 ഇൻറ്റു ക്ലാസ് വിഡ്ത്ത് 10 തന്നെ. അപ്പൊ വാല്യൂ ഇവിടെ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 67.33 എന്ന് കിട്ടും. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്തായാലും വരിക Q3 മൈനസ് Q1/2. Q3 എന്ന് പറയുന്നത് 67.33 മൈനസ് Q1 എന്നുള്ളത് 37.7/2 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 14.815 എന്ന് കിട്ടും. ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് n/4 3n/4 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് കണ്ടെത്തുന്നത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഫോർമുലയിൽ കൊടുത്ത് ചെയ്യാനുള്ള ഒന്ന് സിമ്പിൾ ആണ്. നമുക്ക് നേരിട്ട് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് തെറ്റിക്കരുത്. ഈ n/4 എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് എഴുതുന്നതും 3n/4 കണ്ടിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് എടുത്ത് എഴുതുന്നതും തെറ്റിക്കരുത്. കാരണം അത് തെറ്റിയാൽ ബാക്കി മൊത്തത്തിൽ തെറ്റും. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നേരിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 Q3 കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. ഇതുപോലെ തന്നെയാണ് എന്ത് പേഴ്സൈൽസും ഡിസൈൽസും കാണുന്നത്. ഇവിടെ എന്ത് വരും? ഇത് 4 ആക്കിയുള്ളത് കൊണ്ട് Q1 Q3 എടുത്തത്. ഡിസൈൽസ് വരുമ്പോഴോ D1 ഉം D9 ഉം വരും. പേഴ്സൈൽസ് വരുമ്പോ P1 ഉം P99 ഉം അങ്ങനെയാണ് വരിക. ഫോർമുലയിലും അതുപോലെ മാറ്റം വരും. ഇവിടെ n/4 എടുത്തതിന് പകരം അവിടെ ഡിസൈൽസ് ആണെങ്കിൽ എന്ത് വരും 10 വരും. 3n/4 എന്നതിന് പകരം എന്ത് വരും 9n/10 എന്ന് വരും. പേഴ്സൈൽസ് ആണെങ്കിൽ എന്ത് വരും n/100 ഉം ഇവിടെ എന്ത് വരും 99n/100 എന്നും വരും. അത്രേ ഉള്ളൂ ചേഞ്ചസ്. ബാക്കി എല്ലാ ഫോർമുലാസും ഇതുപോലെ തന്നെ. ഇത്രയാണ് ക്വാർട്ടൈൽസിനെ കുറിച്ച് പറയാനുള്ളത്.